കൊച്ചിയുടെ ഹൃദയഭാഗത്ത് MG യൂണിവേഴ്സിറ്റി അഫിലിയേഷനോട് പ്രവർത്തിക്കുന്ന മുണ്ടംവേലി MES കോളേജിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള UG ഓണേഴ്സ് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, BCom ലോജിസ്റ്റിക് മാനേജ്മെന്റ്, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ കോഴ്സുകളിലേക്ക് യാതൊരുവിധ ഡൊണേഷനും ഇല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ നേടാം. +2 മികച്ച മാർക്കുള്ളവർക്കും കലാകായിക രംഗങ്ങളിൽ മികവ് തെളിയിച്ചവർക്കും സ്കോളർഷിപ്പുകൾ ലഭ്യമാകുന്നതിനോടൊപ്പം വിദ്യാർത്ഥികളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനായി AI, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വെബ് ഡിസൈനിംഗ് തുടങ്ങിയ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളും ഞങ്ങൾ നൽകുന്നു. പരിചയസമ്പന്നരായ അധ്യാപകർ, ഹൈ സ്പീഡ് വൈഫൈ ക്യാമ്പസ്, ആധുനിക ലാബുകൾ എന്നിങ്ങനെ മികച്ച സൗകര്യങ്ങൾക്ക് പുറമെ കരിയർ ഗൈഡൻസും തൊഴിലവസരങ്ങളും ഉറപ്പാക്കുന്ന സജീവമായ പ്ലേസ്മെന്റ് സെല്ലും കോളേജിന്റെ പ്രത്യേകതയാണ്. കൂടാതെ വിദ്യാർത്ഥികൾക്കായി മികച്ച ഹോസ്റ്റൽ സൗകര്യവും കൊച്ചിയുടെ പ്രധാന ഭാഗങ്ങളിലേക്ക് കോളേജ് ബസ്സും ഒരുക്കിയിട്ടുണ്ട്. മികച്ചൊരു ഭാവിക്കായി ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. MES കോളേജ്, കൊച്ചി, മുണ്ടംവേലി. ഹൈബീഡൻ NPയുടെ NP ലാൻഡ്സ് ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ അനുവദിച്ച തോപ്പുംപടി സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിച്ച സ്കൂൾ ബസിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നടന്നു. ഹൈബീഡൻ MPയുടെ MP ലാഡ്സ് ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ അനുവദിച്ച തോപ്പുംപടി സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിച്ച സ്കൂൾ ബസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നടന്നു. കൊച്ചി ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിലാണ് ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചത്. നമ്മൾ ഇന്ന് ആദരിക്കുന്ന അല്ലെങ്കിൽ സ്കൂളിൽ തന്നെ പാഠ്യവിഷയമാക്കിയിട്ടുള്ള പല മഹാന്മാരുടെയും ജീവിതത്തിൽ അവരുടെ സ്കൂളിലേക്കുള്ള അവരുടെ യാത്ര എന്നത് ഒത്തിരി കിലോമീറ്ററുകൾ കാണിച്ചിട്ടായിരുന്നു. അബ്ദുൽ കലാം, നെൽസൺ മണ്ടേല, അല്ലെങ്കിൽ എബ്രഹാം ലിങ്കൻ, മാതാപിതാക്കളെടുക്കുകയാണെങ്കിൽ മൈക്ക് സെന്റ്, ജോൺ ബെന്നിറ്റ് എന്നൊക്കെ പറഞ്ഞ മഹാവ്യക്തികൾ 10-15 കിലോമീറ്ററിൽ നടന്നാണ് അവരുടെ സ്കൂൾ ജീവിതം കഴിച്ചുകൊണ്ടിരുന്നത്. 6 കിലോമീറ്റർ നടന്നാണ് സ്കൂളിലേക്ക് പോയിരുന്നത്. 6 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഫോർട്ടുകൊച്ചിയിലേക്ക് നിങ്ങൾ ആരെങ്കിലും അവരുടെ സ്കൂളിൽ. ഹൈബീഡൻ MP മുഹമ്മദ് ഷിയാസ് MLA, കൗൺസിലർ ജോസഫ് സുബീത് തുടങ്ങിയവർ സംസാരിച്ചു. നടത്തേണ്ടതായിട്ടുള്ള മുന്നൊരുക്കങ്ങളും മാറ്റങ്ങളും അതിനെ സംബന്ധിച്ച് വളരെ വിശദമായി ഞങ്ങൾ രണ്ടുപേരും ചർച്ച ചെയ്തു. വളരെ അനുകൂലമായ പ്രതികരണമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ടൂറിസം മന്ത്രിയുടെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രവർത്തനം ഈ നാടിൻ്റെ നമ്മുടെ സമൂഹത്തിൻ്റെ വികസനത്തിന് വേണ്ടിയായിരിക്കും. എനിക്ക് ഒരേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതിൻ്റെ പിതാവ് ഈ കൈമാറ്റ ചടങ്ങിലേക്ക് എത്തിച്ചേരണമെന്നാണ്. അതിന് തയ്യാറായി, അതിന് സമ്മതം കൂടി. അദ്ദേഹം ഒരു കുറച്ച് ഹെൽത്ത് റീസൺസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പൊതു പരിപാടികൾക്ക് വന്ന് തുടങ്ങിയ സമയമാണ്. അതിന് സമയം അനുവദിച്ച അഭിയോഗ്യ കൊച്ചി രൂപതയുടെ പിതാവിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാനുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ പ്രവർത്തനങ്ങൾ അവസാനിക്കും. ബഹുമാന്യരായ വൈദികരെ, അധ്യാപകരെ, ശാസ്ത്രജ്ഞ മാതാപിതാക്കളെ, കുട്ടികളെ, ശ്രീ ഹൈബീഡൻ NPയുടെ അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്നാണ് ഈ സ്കൂളിനെ ഒരു ബസ് ഇന്നുവരെ നൽകുന്നത്. നമ്മുടെ വിദ്യാലയങ്ങൾ, പ്രത്യേകിച്ചും ക്രൈസ്തവ സഭകളുടെ വിദ്യാലയങ്ങൾ എക്കാലത്തും ചരിത്രപരമായി ഓർമ്മിക്കപ്പെടുന്നതും പ്രാധാന്യം അർഹിക്കുന്നതുമായിട്ടുള്ള വിദ്യാലയങ്ങളാണ്. നല്ല വിദ്യാഭ്യാസവും അതിനേക്കാൾ ഉപരിയായി നല്ല അച്ചടക്കവും ഒരു മനുഷ്യനെ വാർത്തെടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കപ്പെടുന്ന വിദ്യാലയങ്ങളാണ് ഈ വിദ്യാലയങ്ങൾ. ഇന്നത്തെ ഈ കാലഘട്ടത്തിന് അനുസൃതമായി നമ്മുടെ മക്കൾ ഒരു സ്കൂളിൽ ലഭിക്കേണ്ട എല്ലാ സൗകര്യങ്ങളും ലഭിച്ച് നല്ല മിടുക്കരായി പഠനം എന്ന ആഗ്രഹത്തോട് കൂടിയിട്ടാണ് NPയുടെ
നേതൃത്വത്തിലുള്ള ഈ പ്രവർത്തനവും ഇവിടെ നടന്നിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളും ലഭിക്കുമ്പോൾ നമ്മുടെ മക്കൾ ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഏറ്റവും മിടുക്കരായി വളരണമെന്നുള്ള അഭ്യർത്ഥനയുണ്ട്. കരുണയും സ്നേഹവും അതിനേക്കാൾ കൂടുതൽ ആഗ്രഹമായ മനസ്സും നല്ല അച്ചടക്കവും ഒക്കെയായി നമ്മുടെ മക്കൾ വളരുമ്പോഴാണ് ഇത്തരത്തിൽ നാട് നൽകുന്ന സഹായങ്ങൾ കൂടി പരിപൂർണമായി അർത്ഥവത്താകുന്നത്. ന്യൂസ് ബ്യൂറോ തോപ്പുംപടി.